ഈ വർഷം അവസാനത്തോടുകൂടി നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD 75 സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. BJP 74 സീറ്റുകളും JDU 43 സീറ്റുകളും നേടി. RJD സഖ്യകക്ഷിയായ കോൺഗ്രസ് 19 സീറ്റുകളും CPIML 12 സീറ്റുകളുമാണ് നേടിയത്. ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സർവേയിലെ ആദ്യത്തെ ജില്ല ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുര ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ ഒരു സീറ്റ് NDA സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. സർവേയിലെ അടുത്ത ജില്ല നവാഡയാണ്. നവാഡ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സുപ്പോളാണ്. സുപ്പോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സർഹാസയാണ്. സർഹാസ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പട്നയാണ്. പട്ന ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 6 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുൻഗറാണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ ഒരു സീറ്റ് JDU BJP സഖ്യവും 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൈമൂർ ആണ്. കൈമൂർ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും ഒരു സീറ്റ് RJD കോൺഗ്രസ് ഇടത് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ്. വെസ്റ്റ് ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ്. ഗോപാൽഗഞ്ചിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവർ ആണ്. ശിവറിൽ 1 സീറ്റാണുള്ളത്. ആ ഒരു സീറ്റ് കോൺഗ്രസ് RJD സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ജഹനാബാദ് ആണ്. ജഹനാബാദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ ഒരു സീറ്റ് JDU BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗഗാരിയയാണ്. ഗഗാരിയ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP JDU സഖ്യവും 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭോജ്പൂർ ആണ്. ഭോജ്പൂർ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഔറംഗാബാദ് ആണ്. ഔറംഗാബാദ് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബക്സർ ആണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യവും ഒരു സീറ്റ് RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യവും
5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അർവാളാണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും RJD കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ലഖിസറായി ആണ്. ലഖിസറായി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും JDU BJP സഖ്യമായ NDA സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 6 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുര ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് JDU BJP സഖ്യവും 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുസാഫർപൂരാണ്. മുസാഫർപൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 6 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD ഇടത് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അരാരിയാണ്. അരാരിയ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് JDU BJP സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബംഗയാണ്. ബംഗ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശരണാണ്. ശരണിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 6 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കതിഹാറാണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് JDU BJP സഖ്യവും 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗയയാണ്. ഗയ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബഗുസരായി ആണ്. ബഗുസരായിയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂർ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനി ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലി ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 6 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD ഇടത് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവാനാണ്. ശിവാനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹത്താസ് ആണ്. റോഹത്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ജാമുയിയാണ്. ജാമുയി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യവും 1 സീറ്റ് RJD കോൺഗ്രസ് സഖ്യവും
ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ JDU BJP സഖ്യമായ NDA സഖ്യം 103 സീറ്റുകൾ വരെയും RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യം 126 സീറ്റുകൾ വരെയും മറ്റു കക്ഷികൾ 14 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.